കൈതോലപ്പായയിലെ വിവാദം പോലെ കെട്ടടങ്ങുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുമപ്പുറത്തേക്ക് ഈ കേസിലൊന്നും സംഭവിക്കില്ല. പക്ഷെ അന്വേഷിച്ചു പോയാൽ തുമ്പുകൾ ഇഡിക്ക് കണ്ടെത്താൻ സാധ്യതയുള്ളൊരു കേസാണ് കരുവന്നൂരിനും അപ്പുറം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ അസാധാരണമായ വേഗം കരുവന്നൂരിലും CMR-ലും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ചില കേസുകൾ കൂടി നമ്മുടെ മുന്നിലുണ്ട് കേട്ടോ. ഇതേ സഹകരണ സ്ഥാപനങ്ങൾ തന്നെ ഫ്രോഡുലൻസ് കാണിച്ച കേസുകൾ. അതിലൊന്ന് ഗുജറാത്തിലെ 11 ബാങ്കുകൾ നടത്തിയിരിക്കുന്ന വലിയ തട്ടിപ്പ് കേസുണ്ടായിരുന്നു. അത് ഗുജറാത്ത് ജില്ലാ സഹകരണ ബാങ്കുകളിൽ 3118 കോടിയുടെ നിക്ഷേപം ഡീമോണിറ്റൈസേഷന് ശേഷം വന്നത് BJP-യുമായി ബന്ധപ്പെട്ട ബാങ്കുകളിലാണ് എന്ന് അന്ന് കോൺഗ്രസ് അലിഗേഷൻ നടത്തിയിരുന്നു. അന്വേഷണം എവിടെ വരെ എത്തി? ആദർശ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 9,000 കോടി രൂപയുടെ വലിയ രീതിയിലുള്ള നിയമലംഘനം നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തന്നെയാണ്. ഇപ്പോൾ എക്സാലോജിക്കിന്റെ വിഷയം അന്വേഷിക്കുന്ന SFIO. ഇതിനെ പിന്തുടർന്ന് ED എന്തുകൊണ്ടാണ് ആദർശ് കോപ്പറേറ്റീവ് സ്കാമിൽ പോകാത്തത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്.